നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ വാർത്തകൾ. യുക്രൈനെ പിന്തുണയ്ക്കുന്ന ബ്രിട്ടനെതിരെ ഏത് നിമിഷവും റഷ്യയുടെ പ്രതികാര നടപടികൾ ഉണ്ടായേക്കാമെന്ന് ആന്റി ബേണമിന് മുന്നറിയിപ്പ്. വ്ളാഡിമിർ പുടിനിൽ നിന്നും നേരിട്ടുള്ള ഒരു ആക്രമണം നേരിടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് സുരക്ഷാ വിദഗ്ധർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. യുകെയിലെ പല സുപ്രധാന ഇടങ്ങളും റഷ്യ ലക്ഷ്യം വെച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തന്റെ മുൻഗാമിയേക്കാൾ കൂടുതൽ മൃദുവായ സമീപനമായിരിക്കും കൈക്കൊള്ളുക എന്നതായിരുന്നു ബേണം അധികാരത്തിലെത്തിയപ്പോൾ പുടിൻ കരുതിയിരുന്നതെന്ന് അവർ പറയുന്നു. പക്ഷേ ബ്രിട്ടനും യുക്രൈനുമായുള്ള സൈനിക സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നടപടികളായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ബേണം കൈക്കൊണ്ടിരുന്നത്. ഇത് പുടിനെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുകയാണ്. മിസൈൽ ബ്ലൂ പ്രിന്റുകളും ബാറ്റിൽ ഫീൽഡ് എല്ലാം കൈമാറുവാനുള്ള തീരുമാനമാണ് റഷ്യയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, റഷ്യൻ യുക്രൈൻ സംഘർഷത്തിൽ ബ്രിട്ടന്റെ വർദ്ധിച്ചുവരുന്ന ഇടപെടലിനെതിരെ നടപടികളെടുക്കുവാൻ ആഭ്യന്തരമായിട്ടും പുടിനുമേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. അമേരിക്കയുടെ CIA മേധാവി കഴിഞ്ഞ ദിവസം റഷ്യയിൽ ഒരു അടിയന്തര സന്ദർശനം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബേണമിന് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. സന്ദർശനത്തെത്തിയ CIA മേധാവി ജോൺ റാഡ്ക്ലിഫ് യുക്രൈൻ സംഘർഷം കൂടുതൽ തീവ്രമാക്കരുത് എന്ന് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആണവായുധങ്ങൾ ഉപയോഗിക്കുകയോ യുക്രൈന് പിന്തുണ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങളെ ആക്രമിക്കുകയോ ചെയ്യരുത് എന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യ നാടകീയമായ ചില നീക്കങ്ങൾ ഉടനെ നടത്തിയേക്കുമെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ അടിയന്തര സന്ദർശനവും മുന്നറിയിപ്പ് നൽകലും എന്നറിയപ്പെടുന്നു. ഈ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകളും അതാണ്. ബ്രിട്ടീഷ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ ഏതു സമയത്തും ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ബ്രിട്ടന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിദിനമെന്നോണം റഷ്യ പരിശോധിച്ചു വരികയാണ് എന്നും, എന്നാൽ നാറ്റോ സഖ്യത്തിന്റെ ഇടപെടൽ ഒഴിവാക്കുന്നതിനായി അത് വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ചെയ്യുന്നത് എന്നും ചില വിശ്വസനീയ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം പാശ്ചാത്യ ശക്തികളുമായി ഒരു സമാധാനത്തിന് ആഗ്രഹിക്കുന്നില്ല എന്ന് റഷ്യ വ്യക്തമാക്കി. റഷ്യ അമേരിക്ക ബന്ധങ്ങളിലുണ്ടായ വിള്ളൽ പരിഹരിക്കാനാവുമോ എന്നതിപ്പോൾ പറയാൻ കഴിയില്ല എന്നും റഷ്യ പറയുന്നു. ബ്രിട്ടനോടൊപ്പം മറ്റു ചില പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളെയും റഷ്യ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ മാസം ചില വിശദീകരിക്കാൻ കഴിയാത്ത ഡ്രോൺ സാന്നിധ്യം ജർമ്മനിയിലെ ചില സൈനിക കേന്ദ്രങ്ങൾക്ക് മുകളിൽ ഉണ്ടായിരുന്നുവെന്നും ഒരു ചരക്ക് വിമാനം തിരിച്ചറിയാത്ത ഒരു വസ്തുവായി കൂട്ടിയിടിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. സൈബർ ആക്രമണം മുതൽ നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിൽ നേരിട്ടുള്ള സംഘർഷം വരെ എന്തും സംഭവിച്ചേക്കാമെന്നാണ് സുരക്ഷാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അട്ടിമറികളിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും ഡ്രോണുകൾ ഉപയോഗിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുമെല്ലാം റഷ്യ ഇപ്പോൾ തന്നെ യൂറോപ്പിൽ ഒരു നിഴൽയുദ്ധം നടത്തുകയാണ് എന്ന ആരോപണം ശക്തമാണ്. ഇതിൽ നിന്നും മാറി നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് റഷ്യ തയ്യാറായേക്കുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആശങ്ക. ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും ശേഷം ഇപ്പോൾ ബ്രിട്ടനിൽ വിവാദമാകുന്നത് ജയിൽ ജിഹാദ്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് രാജ്യത്തെ വിവിധ ജയിലുകളിൽ കഴിയുന്ന തീവ്രവാദികൾ ജയിലുകളിലെത്തുന്ന വെള്ളക്കാരായ കുറ്റവാളികളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നീതിന്യായകാര്യ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത് ഇപ്പോൾ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജയിലുകളിൽ കഴിയുന്ന വെള്ളക്കാരിൽ 5-1 വീതം മുസ്ലിങ്ങൾ ആണ് എന്നാണ്. അതേസമയം പൊതുജനങ്ങളുടെ കണക്കെടുത്താൽ മൊത്തം വെള്ളക്കാരിൽ 5.8% മാത്രമാണ് മുസ്ലിങ്ങൾ. ജയിലുകൾക്കുള്ളിൽ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന അക്രമ സംഭവങ്ങൾ ഇതിനു മുമ്പും വാർത്തയായിട്ടുണ്ടായിരുന്നു. ജയിലുകൾക്കുള്ളിൽ മറ്റു കുറ്റവാളികളെ മതം മാറാൻ അവർ പ്രേരിപ്പിക്കുകയോ നിർബന്ധപൂർവ്വം മതം മാറ്റുകയോ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ട ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി നിക് തിമോത്തിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുന്നത്. ജയിലുകൾക്കുള്ളിലെ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള വെള്ളക്കാരുടെ എണ്ണം പൊതുജനങ്ങൾക്കിടയിലെ ഇസ്ലാം മതവിശ്വാസികളായ വെള്ളക്കാരുടെ എണ്ണവുമായി ആനുപാതികമല്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ഇത് ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. തടവറകൾക്കുള്ളിൽ ഇസ്ലാമിക തീവ്രവാദികൾ ബലം പ്രയോഗിച്ച് നടത്തുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് നേരത്തെയും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതായി അവർ ചൂണ്ടിക്കാട്ടുന്നു. തീവ്രവാദ നിയമങ്ങളുടെ പുനഃപരിശോധനയ്ക്കായി സർക്കാർ നിയമിച്ച ജോനാഥൻ ഹാൾ കേസി ജയിലുകളുമായി ബന്ധപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് 2022 നൽകിയ റിപ്പോർട്ടിൽ നിർബന്ധിച്ചുള്ള മതം മാറ്റത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. ജയിലുകൾക്കുള്ളിൽ ഇസ്ലാമിക രാജ്യം പ്രഖ്യാപിച്ച പല തീവ്രവാദികളും സ്വയം പ്രഖ്യാപിത അമീർമാരായി വാഴുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏകരായി കാണപ്പെടുന്ന നിസ്സഹായരായ കുറ്റവാളികളെയാണ് ഇവർ ഉന്നം വയ്ക്കുന്നത് എന്നും ഭക്ഷണം പങ്കുവച്ചും സമ്മാനങ്ങൾ നൽകിയും ഇവർ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. അത് നടന്നില്ല എങ്കിൽ ബലപ്രയോഗം നടത്തുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അത്തരക്കാരിൽ ഒരാളായ ലണ്ടൻ ബ്രിഡ്ജ് ആക്രമി ഉസ്മാൻ ഖാനെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇയാൾ തടവുകാരെ മുസ്ലിം പേരുകൾ സ്വീകരിക്കുന്നതിനും ഇസ്ലാമിക വസ്ത്രങ്ങൾ ധരിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. പലപ്പോഴും ജയിൽ പുള്ളികൾക്ക് സ്വയരക്ഷയ്ക്കായി ഇസ്ലാം മതത്തിലേക്ക് മാറേണ്ട സാഹചര്യമാണ് പല ജയിലുകളിലുമുള്ളത് എന്ന് സ്ഥിരമായി ജയിൽ സന്ദർശിക്കാറുള്ള അഭിഭാഷകരടക്കം പറയുന്നുണ്ട്. 2023 സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷന്റെ അന്വേഷണത്തിലും ജയിൽ പുള്ളികൾ മതം മാറാൻ നിർബന്ധിതരാകുന്നതായി കണ്ടെത്തിയിരുന്നു. അല്ലാത്ത പക്ഷം അവർ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്കും വിധേയരാകേണ്ടി വരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു.
പല ജയിലുകളിലും ഇസ്ലാമിക തീവ്രവാദികളുടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഭരണമാണ് നടക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. UK-യിലെ കുടുംബങ്ങളുടെ വിൻ്റർ കൂടുതൽ സാമ്പത്തിക ബാധ്യതയിലേക്ക് മാറ്റി എനർജി ബില്ലുകളുടെ ക്യാപ് 4% ഉയർത്തി എനർജി റെഗുലേറ്റർ. ഇലക്ട്രിസിറ്റി ബില്ലിലെ വാറ്റ് പൂർണ്ണമായി ഒഴിവാക്കി ജനങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന പ്രധാനമന്ത്രി ബേൺഹാമിൻ്റെ പ്രഖ്യാപനവും വെറുതെയായി. ക്യാപ്പ് ഒക്ടോബർ 1 നിലവിൽ വരും. ശരാശരി ബില്ലുകളിൽ 60 പൗണ്ടിൻ്റെ വർധനമാണ് നേരിടുക. ഇതോടെ 2023 ശേഷം ഏറ്റവും ഉയർന്ന ബില്ലാണ് ജനങ്ങളെ തേടിയെത്തുക. വർഷത്തിൽ 45 പൗണ്ട് ലാഭം കൈമാറാൻ 5% വാറ്റ് കുറയ്ക്കുമെന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം നിലവിലെത്തുന്ന അതേ ദിവസമാണ് എനർജി ബിൽ ക്യാപ്പും ഉയരുന്നത്. എന്നാൽ പ്രതിസന്ധി ഇവിടം കൊണ്ടും തീരില്ല എന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ജനുവരിയിൽ അടുത്ത ക്യാപ്പ് പ്രഖ്യാപിക്കുമ്പോൾ 9% വർധന പ്രതീക്ഷിക്കാമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷം പ്രതിസന്ധി തുടരുന്ന അവസ്ഥയുണ്ടായാൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. പുതിയ പ്രൈസ് ക്യാപ്പ് കുടുംബങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ബേൺഹാം സമ്മതിച്ചു. എനർജി പ്രൈസുകൾ ഭാവിയിൽ എങ്ങനെ കുറയ്ക്കുമെന്നാണ് ഗവൺമെൻറ് പരിശോധിക്കുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം തങ്ങൾ അധികാരം നേടിയാൽ 300 പൗണ്ട് എനർജി ബിൽ കുറയ്ക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ലേബർ യഥാർത്ഥത്തിൽ 400 പൗണ്ട് വർധനയ്ക്കാണ് മേൽനോട്ടം വഹിച്ചത് എന്ന് ടോറികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാൻ യുദ്ധമാണ് നിലവിലെ ഊർജ്ജ ബിൽ വർധനയ്ക്ക് പ്രധാന കാരണമെന്ന് ഊർജ്ജ സെക്രട്ടറി മിയാറ്റ ഫാൻബുലെ പറയുന്നു. കുടുംബങ്ങളെ താങ്ങാനാകാത്ത ബില്ലുകളിൽ നിന്ന് സംരക്ഷിക്കുവാൻ സർക്കാർ കൂടുതൽ എന്ത് ചെയ്യാനാകുമെന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും സർക്കാർ വ്യക്തമാക്കി. വർഷാവസാനത്തോടെ കൂടുതൽ സഹായം ആവശ്യമാണോ എന്ന് സർക്കാർ വീണ്ടും പരിശോധിക്കുമെന്ന് ചാൻസലർ ജോൺ ഹീലിയും അറിയിച്ചു. ആഗോളതലത്തിലുള്ള ഇത്തരം വലിയ പ്രതിസന്ധിയുടെ ആഘാതം ഒരു സർക്കാരിനും പരിപൂർണമായി തടയാനാകില്ല എന്നും, എന്നാൽ പുതുവർഷത്തിലേക്ക് നീങ്ങുമ്പോൾ കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുവാനുള്ള നടപടികളിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അവർ പറയുന്നു. ഉഷ്ണതരംഗത്തിന് പിന്നാലെ കനത്ത മഴയെ നേരിടാൻ ബ്രിട്ടൻ. തുടർച്ചയായ 2 ദിവസങ്ങളിൽ 1 മാസത്തെ മഴ പെയ്തിറങ്ങുമെന്നാണ് മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്ന് ആശങ്കയുണ്ട്. ഇംഗ്ലണ്ടിലും വെയിൽസിലും നൽകിയിട്ടുള്ള മഞ്ഞ ജാഗ്രത മെറ്റ് ഓഫീസ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് ദീർഘിപ്പിച്ചു. ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും നേരിടുമെന്നാണ് മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്. ഇംഗ്ലണ്ടിൽ ലണ്ടനും സൗത്ത് വെസ്റ്റും ഒഴികെ സൗത്ത് ഈസ്റ്റ്, മിഡ്ലാൻഡ്സ്, നോർത്ത് എന്നിവിടങ്ങളിലാണ് അലേർട്ട്. വെയിൽസ് പൂർണ്ണമായി അലേർട്ടിലാണ്. 3 മണിക്കൂറിൽ 30 മില്ലിമീറ്റർ വരെയും 12 മണിക്കൂറിൽ 50 മില്ലിമീറ്റർ വരെയും മഴ പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. UK കടുത്ത വരൾച്ചാ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് മഴയെത്തുന്നത്. ഇംഗ്ലണ്ടിലെ 4% മേഖലകളും ഔദ്യോഗികമായി വരൾച്ചയിലാണ് ഇപ്പോഴും. വരുന്ന വെള്ളിയാഴ്ചയിലേക്കും അസ്ഥിരമായ സാഹചര്യങ്ങൾ തുടരുമെന്നാണ് മെറ്റ് വ്യക്തമാക്കുന്നത്. ഇതോടെ മഴ കൂടുതൽ നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പായി. സമ്മറിൻ്റെ അവസാന ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് മഴ UK-യെ തേടിയെത്തുന്നത്. ഇക്കുറി കനത്ത വേനലാണ് രാജ്യത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. 2 മാസം മഴ വിട്ടുനിന്നതോടെ പുഴകളും റിസർവോയറുകളും വറ്റി വരളുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. യുവാക്കളുടെ മാനസികാരോഗ്യ പ്രതിസന്ധി പരിഹരിക്കുവാൻ UK സർക്കാർ ആരംഭിച്ച പദ്ധതിക്ക് വൻ സ്വീകാര്യത. യുവാക്കൾക്കായുള്ള പുതിയ തൊഴിലുറപ്പ് പദ്ധതി യുവാക്കളുടെ മാനസികാരോഗ്യ പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. ദീർഘകാലമായി തൊഴിലില്ലാതെ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നത് മാനസികാരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ശമ്പളമുള്ള ജോലി ലഭിക്കുന്നതിലൂടെ യുവാക്കളിൽ സ്വയം വിശ്വാസവും ആത്മവിശ്വാസവും തിരികെ ലഭിക്കുന്നു. കൃത്യമായ ഒരു ദിനചര്യ ഉണ്ടാകുന്നതും തൊഴിലിടങ്ങളിൽ മറ്റുള്ളവരുമായി ഇടപഴകുന്നതും യുവാക്കളുടെ സാമൂഹിക ജീവിതത്തിനും മാനസിക ഉന്മേഷത്തിനും സഹായകരമാകുന്നു. 18 വയസ്സ് മുതൽ 24 വയസ്സ് വരെ പ്രായമുള്ള 18 മാസത്തിലേറെയായി തൊഴിലില്ലാതെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് ആനുകൂല്യം കൈപ്പറ്റുന്ന യുവാക്കൾക്ക് പദ്ധതി പ്രകാരം 6 മാസത്തേക്ക് സർക്കാർ വേതന സഹായത്തോടെ ജോലി നൽകുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ 90,000 സബ്സിഡിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. സാർവത്രിക ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ആളുകളെ ജോലിക്ക് അനുയോജ്യരല്ലാത്തവർ എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തുന്ന രീതിക്ക് പകരം അവരെ തിരികെ തൊഴിൽ വിപണിയിലേക്ക് കൊണ്ടുവരുവാൻ പരിശീലനവും പിന്തുണയും നൽകുന്നു. ബൂട്ട്സ്, സെയിൽസ്ബറീസ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ യുവാക്കൾക്കായി ആയിരക്കണക്കിന് അവസരങ്ങളും ഇൻറ്റേൺഷിപ്പുകളും പദ്ധതിയിലൂടെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തൊഴിൽ വിപണിയിൽ യുവാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുവാനും തൊഴിലില്ലായ്മയും മാനസികാരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കാനും ഈ പദ്ധതി ഒരു പരിഹാര മാർഗമായി UK സർക്കാർ കാണുന്നു. UK-യിലെ അഭയാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് കാണാതായ കുട്ടികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്ത്. 2023 ഹോം ഓഫീസ് ഹോട്ടലുകളിൽ നിന്ന് കാണാതായ 472 കുട്ടികളിൽ 40 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. കാണാതായവരിൽ ഭൂരിഭാഗം ആളുകളെയും, അതായത് 432 പേരെയും കണ്ടെത്തിയെങ്കിലും ബാക്കിയുള്ളവരെക്കുറിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നു. കാണാതായ കുട്ടികൾ മനുഷ്യക്കടത്തിനോ മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾക്കോ ഇരയായിട്ടുണ്ടോ എന്ന് പാർലമെന്ററി സമിതിയും മനുഷ്യാവകാശ സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനായി പോലീസിന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. ഹോം ഓഫീസ് നടത്തുന്ന അന്വേഷണ പുരോഗതിയും കുട്ടികളെ കണ്ടെത്താനുള്ള നടപടികളും ഓരോ 3 മാസത്തിലും റിപ്പോർട്ടായി സമർപ്പിക്കണമെന്ന് പാർലമെന്ററി കമ്മിറ്റി ആവശ്യപ്പെട്ടു. അഭയാർത്ഥി കുട്ടികളെയും കുടുംബങ്ങളെയും ഇത്തരം ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന്
2023 ഹൈക്കോടതി വിധിച്ചിരുന്നു. നിലവിൽ ഇത്തരം അഭയ ഹോട്ടലുകളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ. ബ്രിട്ടന്റെ ആദ്യ പരസ്യ സ്വവർഗാനുരാഗിയായ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം തനിക്ക് വൻതോതിൽ ഹോമോഫോബിക് അധിക്ഷേപം നേരിടേണ്ടി വന്നതായി വെസ്ട്രീറ്റ് സ്റ്റേറ്റി. കഴിഞ്ഞ മാസം പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം 3 ആഴ്ചയ്ക്കിടെ തൻ്റെ ജീവിതത്തിലെ മറ്റേതൊരു കാലയളവിനേക്കാളും കൂടുതൽ ഓൺലൈൻ അധിക്ഷേപമാണ് നേരിട്ടത് എന്ന് അവർ പറയുന്നു. ഇയാൻ ഡെയിൽ അവതരിപ്പിക്കുന്ന ഓൾ ടോക്ക് പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു സ്ട്രീറ്റിംഗ്. ബ്രിട്ടീഷ് സായുധ സേനയെ ഒരു സ്വവർഗാനുരാഗിയായ വ്യക്തി നയിക്കുന്നത് എന്ന ആശയം അംഗീകരിക്കാൻ കഴിയാത്തവരാണ് ഇത്തരം അധിക്ഷേപങ്ങൾക്ക് പിന്നിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രതിരോധ മന്ത്രാലയത്തിലെ ചിലർ തൻ്റെ നിയമനത്തെ മാറ്റത്തിൻ്റെ സൂചനയായി സ്വാഗതം ചെയ്തതായും സ്ട്രീറ്റിംഗ് വ്യക്തമാക്കി. മാധ്യമങ്ങളിൽ തൻ്റെ നിയമനം വലിയ ചർച്ചയായ എന്നതിൽ സന്തോഷമുണ്ട് എന്നും ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ലൈംഗികതയ്ക്ക് പ്രാധാന്യമില്ലാത്ത നിലയിലേക്ക് സമൂഹം എത്തിയതിൻ്റെ തെളിവാണിതെന്നും അദ്ദേഹം പറഞ്ഞു. 2000 വരെ സ്വവർഗാനുരാഗികളായ പുരുഷന്മാർക്കും ലെസ്ബിയൻ സ്ത്രീകൾക്കും ബ്രിട്ടീഷ് സൈന്യത്തിൽ സേവനം ചെയ്യുന്നതിന് വിലക്കുണ്ടായിരുന്നു. ലൈംഗികതയുടെ പേരിൽ ഓരോ വർഷവും 200-ലധികം സൈനികരെ പുറത്താക്കിയിരുന്നുവെന്നാണ് കണക്ക്. എന്നാൽ കൃത്യമായ രേഖകൾ സൂക്ഷിക്കാതിരുന്നതിനാൽ യഥാർത്ഥ എണ്ണം ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. 2024 കീർ സ്റ്റാർമർ സർക്കാർ LGBT ഫിനാൻഷ്യൽ റെക്കഗ്നേഷൻ സ്കീം ആരംഭിച്ചിരുന്നു. 1967 മുതൽ 2000 വരെ നിലനിന്ന വിലക്കിൻ്റെ പേരിൽ സൈനിക സേവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്കും പിരിച്ചുവിടപ്പെട്ടവർക്കും ഈ പദ്ധതിയിലൂടെ പരമാവധി 70,000 പൗണ്ട് വരെ സാമ്പത്തിക സഹായത്തിന് അപേക്ഷിക്കാം. എന്നാൽ നഷ്ടപരിഹാര അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ കാലതാമസത്തെക്കുറിച്ച് ചില എംപിമാർ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. നിർബന്ധിതരായി രാജിവെക്കേണ്ടി വന്ന സൈനികർക്ക് പിരിച്ചുവിട്ടവരെക്കാൾ കുറഞ്ഞ തുക ലഭിക്കുന്നതിനെ ചോദ്യം ചെയ്ത് 2 മുൻ സൈനികരും പ്രതിരോധ മന്ത്രാലയത്തിനെതിരെ നിയമ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. മിഡിൽസ്ബറോയ്ക്ക് സമീപമുള്ള ഗ്രേഞ്ച് ടൗണിൽ ഒരു വീടിന് തീപിടിച്ച് ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ മരിച്ചതിനെ തുടർന്ന് കൊലപാതക കുറ്റം ചുമത്തി 2 പുരുഷന്മാരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 5:30 തൊട്ട് മുമ്പുണ്ടായ തീപിടുത്തത്തിൽ 48 വയസ്സുള്ള ഒരു സ്ത്രീയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടാതെ 3 പേർക്ക് പരിക്കേറ്റു. സ്ത്രീയെ റോയൽ വിക്ടോറിയ ഇൻഫർമറി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 2 ഇരകളെ ഇതുവരെ ഔദ്യോഗികമായി തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് ക്ലീവ്ലാൻഡ് പോലീസ് പറഞ്ഞു. 23, 31 വയസ്സുള്ള പുരുഷന്മാരെ കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അവർ കസ്റ്റഡിയിലാണ് എന്നും പോലീസ് അറിയിച്ചു. സംഭവസ്ഥലത്ത് 6 അഗ്നിശമന വാഹനങ്ങളും സംഭവ നിയന്ത്രണ യൂണിറ്റും ഉൾപ്പെടെ എത്തിച്ച് ക്ലീവ്ലാൻഡ് ഫയർ ബ്രിഗേഡ് രക്ഷാപ്രവർത്തനം നടത്തി. തീപിടുത്തത്തിൽ വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണ് താങ്ങുതൂണുകൾ പുറത്തു കാണുന്ന നിലയിലാണ്. പ്രദേശത്ത് റോഡ് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ശനിയാഴ്ച രാവിലെ 5 യുവാക്കളുടെയും 2 പോലീസ് ഉദ്യോഗസ്ഥരുടെയും മരണത്തിന് കാരണമായ A66 അപകടത്തിൽ നിന്ന് 2 മൈൽ അകലെയാണ് തീപിടുത്തമുണ്ടായത്. 3 പഴയ ഫ്രിഡ്ജുകൾ നഗരഹൃദയത്തിലെ ഒരു തെരുവിൽ ഉപേക്ഷിച്ച വ്യക്തിക്ക് കനത്ത പിഴ ചുമത്തി അധികൃതർ. അൽഗിർദാസ് ബർദൌസ്കാസ് എന്ന 44-കാരൻ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 3-നായിരുന്നു വോൾവർഹാംപ്ടണിലെ ഫോൾഡ് സ്ട്രീറ്റിൽ ഈ ഫ്രിഡ്ജുകൾ ഉപേക്ഷിച്ചത്. പിന്നീട് അവ തിരിച്ചെടുക്കുവാനും ഉദ്ദേശിച്ചിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. എന്നാൽ അനധികൃതമായി വസ്തുക്കൾ തെരുവിൽ ഉപേക്ഷിച്ചതിനെതിരെ ഇയാൾക്കെതിരെ കേസെടുക്കുകയായിരുന്നു. ഉച്ചതിരിഞ്ഞ് 2:30 മണിയോടെ ബർദൌസ്കാസ് 2 ഫ്രിഡ്ജുകൾ തെരുവിൽ ഉപേക്ഷിക്കുന്നത് CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. വോൾവർഹാംപ്ടണിലെ ചെസ്റ്റർ സ്ട്രീറ്റിൽ താമസക്കാരനായ ഇയാൾ പിന്നീട് അതേ സ്ഥലത്തെത്തി മറ്റൊരു ഫ്രിഡ്ജ് കൂടി വഴിയിൽ തള്ളുകയായിരുന്നു. വോൾവർഹാംപ്ടൺ കൗൺസിൽ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് എൻവയോൺമെൻറ്റ് ക്രൈം ടീം ഇയാളുടെ വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ DVLAയിൽ നിന്നും എടുക്കുകയായിരുന്നു. എന്നാൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഡ് ഉടമയിൽ നിന്നും ബർദൌസ്കാസ് വാഹനം വാടകയ്ക്കെടുക്കുകയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചതോടെ കൗൺസിൽ അധികൃതർക്ക് മുൻപിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. എന്നാൽ അന്നേ ദിവസം മറ്റു ജോലികൾ പൂർത്തിയാക്കുന്നതിനായി വാൻ ഒഴിപ്പിക്കേണ്ടതായി വന്നുവെന്നും പിന്നീട് വന്ന് തിരിച്ചെടുക്കാമെന്ന ധാരണയിലാണ് ഫ്രിഡ്ജ് റോഡരികിൽ ഉപേക്ഷിച്ചത് എന്നുമായിരുന്നു ഇയാൾ വാദിച്ചത്. എന്നാൽ തിരിച്ചെത്തിയപ്പോൾ ഫ്രിഡ്ജുകൾ ഇവിടെ കണ്ടെത്താനായില്ല എന്നും അയാൾ പറയുന്നുണ്ട്. 1990-ലെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം ഇയാൾ കുറ്റക്കാരനാണ് എന്ന് വിധിച്ച ഡുഡ്ലി മജിസ്ട്രേറ്റ് കോടതി ഇയാൾക്ക് 738 പൗണ്ട് പിഴയും 295 വിക്ടിം സർചാർജും അതോടൊപ്പം കോടതി ചിലവായി 1793.16 പൗണ്ടും വിധിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.